ഹലോ നാണങ്ങളും 2 സെന്റിൽ ഒരു ചോരുന്ന വീട്ടിൽ കൂടെ ഇല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി. ഈ വീട് വെച്ചപ്പം എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഇരിക്കണം, നമ്മൾ ലൈഫിൽ ഒരിക്കലേ വീട് വെക്കുള്ളൂ, അതിന് ഒരു തരത്തിലും കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇത് കാശ് കൊടുത്ത് വെച്ച വീട് തന്നെയാണ്. എനിക്ക് ഹോട്ടലിൽ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും ഒരു കർട്ടനിങ് നീക്കുമ്പോൾ ഒരു ഗ്ലാസ് കാണും. ഉറപ്പ് അപ്പുറത്ത് ബംഗാളികളെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലിഫ്റ്റ് ഒക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഈ റൂമിൽ ഒരു പ്രത്യേക റൂമിൻ്റെ അകത്ത് വേറെ ചെറിയ റൂമുണ്ട്. എനിക്കൊരു പക്ഷേ ഈ വീടിന് ഇൻവെസ്റ്റ് ചെയ്ത ഈ തുക ഉണ്ടെങ്കിൽ എറണാകുളത്ത് പ്രൈം ഏരിയയിൽ വലിയൊരു ഫ്ലാറ്റ് വാങ്ങാം. ഞാൻ എടുത്ത് വീശി ഫ്ലൈറ്റിനെ ചന്തി കാണാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. ഫ്ലൈറ്റ് നമുക്ക് ഇങ്ങനെ പോണത് കാണാം. അടിവശം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഇറങ്ങുന്നത്? കറക്റ്റ് എൻ്റെ പിന്നെ മേലെ കൂടെയാണ് ഒരു ട്രോളായിട്ട് പറഞ്ഞ് ഭയങ്കര മില്യൻസ് ഒക്കെ പോയതാണ്. നാദരയുടെ പല്ലിന് ലക്ഷങ്ങളുടെ വില എന്നൊക്കെ പറഞ്ഞിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ആർട്ട് അറിയാം. ബിഗ് ബോസിൽ നിന്ന് ഓർമ്മിക്കാനായിട്ട് നമുക്കൊന്നും കിട്ടില്ല എന്നുള്ളതല്ല, പൈസ കിട്ടും. അതെ, ഒരു പൂക്കി. അപ്പൊ പിന്നെ എന്റെ റൂമിലേക്ക് പോവാം. അറിയില്ല, കണ്ടുപിടിച്ചിട്ടില്ല. സമയമുണ്ടല്ലോ, 30കളൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. പ്രണയവേദനകളൊക്കെ വരാറുണ്ട്. ഓ, അതൊക്കെ ഉണ്ട്. ചില സിംഗിൾ ലൈഫ് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രണയ രോഗികൾക്ക് ഒരു പ്രശ്നമുണ്ട്, അവർ പ്രണയം ചോദിക്കും. ഇരുട്ടിച്ചൊരു പ്രശ്നമുള്ള ഒരാളാണ്. ഇരുട്ടും കറുപ്പും എനിക്ക് പ്രശ്നമാണ്. വീട്ടിലെല്ലാവർക്കും അറിയാം, ഞാൻ ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങുന്ന ഒരാൾ കൂടിയാണ്. മഴ ഭയങ്കര നെഗറ്റീവ്. അത് മഴ കാണുന്നത് ഇഷ്ടമല്ല, മഴ കേൾക്കുന്നത് ഇഷ്ടമല്ല. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഗസ്റ്റ് ഓർമ്മ കിടക്കട്ടെ. ഇപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന പേര് നാദര 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 എല്ലാവർക്കും. ജയിച്ചത് അഖിലാണോ എന്ന് അഖിലിന് തന്നെ സംശയമുണ്ട്. കാരണം നാദരയാണ് വിന്നർ എന്ന് തോന്നിയിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ പറ്റുക എന്നുള്ള വലിയ കാര്യം. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നെഗറ്റീവ് ഒക്കെ വന്നാൽ പോലും വളരെ പോസിറ്റീവായിട്ട്, കാരണം ഇതിനേക്കാൾ വലിയ നെഗറ്റീവ് കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. നമസ്കാരം, വനിതയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വലിയ ഒരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇന്നുള്ളത് ട്രിവാൻഡ്രത്ത് നാദരയുടെ വീട്ടിലാണ്. സോ നാദര ഇവിടെ ഉണ്ട്. നമുക്ക് ഇന്ന് നാദരയുടെ വീടും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നാദര, ഹലോ. കൈ തന്നില്ലെങ്കിൽ നാണങ്ങളും. സോറി, ഇപ്പൊ പോയിരുന്നല്ലേ, സോറി. ഓ, ഇറ്റ്സ് ഓക്കേ. സന്തോഷം. നമ്മളൊക്കെ കുട്ടിക്കാലത്തെ കണ്ടുകൊണ്ടിരുന്ന വനിത മനോരമയുടെ ആ യൂട്യൂബിലൊക്കെ എന്റെ വീടും വരുന്നതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾക്കും സന്തോഷം. ഞാനാണെങ്കിൽ 1-2 ആഴ്ചയായിട്ട് ഇങ്ങനെ നാദര വിളിക്കുമ്പോൾ നാദര ഫുൾ ബിസിയാണ്, ഷൂട്ട് കാര്യങ്ങളൊക്കെ. എപ്പോഴും പറയാറുണ്ടായിരുന്നു, പാലുകാഴ്ച കഴിഞ്ഞിട്ട് 5 മാസമായി, പക്ഷേ ഈ വീലൊരു 15 ദിവസം നിന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ വലിയ സംശയമാണ്. പക്ഷെ അത് ഭാഗ്യമാണല്ലോ. നമുക്ക് തിരക്കുള്ള ലൈഫ്, പണിയുണ്ടാവുക, ദിവസം പല പല സ്ഥലത്ത് നിൽക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് തിരക്കുള്ളതാണ് ഏറ്റവും. ഇല്ലാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ട്. 2 ദിവസം ഒരു പണിയില്ലാണ്ട് ഇരുന്ന് നോക്കട്ടെ, അപ്പൊ നമ്മൾ ആലോചിക്കും, ഓ ഇനി കിട്ടാതിരിക്കോ, അല്ലെങ്കിൽ നമ്മുടെ പേടിയാണല്ലോ. അതൊരു സ്ട്രഗിളിങ് സ്പേസ് ആണ്. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോ വീട് കണ്ടാലോ? ചെടിയൊക്കെ ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നല്ലോ നാദര. ഞാനല്ല, ഞാൻ പൊതുവെ വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ മെയിൻ്റനൻസ് വീട്ടിൽ ഉമ്മയുണ്ട്, അനിയത്തിയുണ്ട്. അപ്പൊ അവര് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, എനിക്ക് അതിന്റെ ഏറ്റവും പ്രൗഡാണ്. കാരണം ഒട്ടും വൃത്തികേടായിട്ട് എന്റെ വീട് കിടക്കാറില്ല. ഒരു എല്ലായിടത്തും വളരെ നീറ്റായിട്ട്. പിന്നെ അതുമല്ല നല്ല കൺസെപ്റ്റ് ഒക്കെ ഉള്ള. പിന്നെ വാപ്പ പണ്ട് കൂലി പണിക്കാരനായിരുന്നു. അപ്പം ഇന്റീരിയേഴ്സ് ഒക്കെ ചെയ്തും ഇല്ലെങ്കിൽ വീടിന്റെ പണിയും സ്ട്രക്ചർ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. പണിയൊക്കെ അപ്പൊ വാപ്പ നിന്നിട്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വീടിനകത്തേക്ക് നോക്കാം. ഭയങ്കര സിമ്പിൾ എന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് പറയാനുള്ളത്, ഒരു 3 സെന്റിലാണ് ഈ വീട് എന്നുള്ളത് വലിയ സംശയമാണ് ആൾക്കാർക്ക്. അപ്പൊ എല്ലാം ചോദിക്കും 3 സെന്റേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഇത് 3 സെന്റേ ഉള്ളൂ. 5 സെന്റ് തോന്നിക്കുന്ന രീതിയിലാണ് 4 BHK വീടാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഭംഗിയാണല്ലോ ഹാള് എന്നുള്ളത്. ലിവിംഗ് റൂമും ഡൈനിങ് റൂമും ഒക്കെ വരുന്ന ഒരു സ്പേസ്, അത് മതി. നമ്മൾ വളരെ ചുരുങ്ങിയ ഫാമിലി, ഞാനും ഉമ്മ വാപ്പ അനിയത്തി. അപ്പൊ നമുക്ക് ഒരു ചെറിയ ഹാള്, ചെറുതല്ല വലിയ ഹാള് തന്നെയാണ്. അവിടെ തന്നെ TV യൂണിറ്റ് വരുന്നുണ്ട്, സോഫ വരുന്നുണ്ട്. പിന്നെ എല്ലാരും ശ്രദ്ധിക്കുന്ന ഇത്. അയ്യോ, ഞാൻ വന്നപ്പം ശരിക്കും ഞാൻ അതിശയിച്ചു പോയി. എന്തോരം അവാർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചല്ലേ, ഇത് കാണുന്നതാണ് ഒരു ആർട്ടിസ്റ്റ് സംബന്ധിച്ച് ഭയങ്കര സന്തോഷം. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്ക്. പക്ഷെ ഇത് പഴയ വീട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഒരു 2 വെട്ടിയും കൂടെ ബാക്കിയുണ്ടെന്നുള്ളതാണ്.
ആണോ? അത് ഇവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതിപ്പോ പെട്ടിയിലായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എല്ലാ ട്രോഫിയും വില ഉള്ളതാണ്, കാരണം നമുക്ക് ചെറുതോ വലുതോ എന്നില്ല. പിന്നെ കുറച്ചും കൂടി ഏറ്റവും അടുപ്പമുള്ള പരിപാടികളുടെയൊക്കെ ട്രോഫി വെച്ചിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ വരുന്ന അതും വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാടുണ്ടല്ലോ, പക്ഷെ എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കുമല്ലോ. അത് ഈ സ്റ്റേറ്റ് അവാർഡുകളായിരിക്കും. ഞാൻ ചെന്നൈ പോയിട്ട് തെലങ്കാനയിൽ പോയിട്ട് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് പ്രിയപ്പെട്ടതാണ്. ഞാൻ ഇവിടെ വന്നപ്പോ നോക്കിയപ്പോ ഈ ലക്ഷദ്വീപിന്റെ ഇത് കണ്ടു. ആക്ച്വലി ലക്ഷദ്വീപിൽ പോയിട്ട് അങ്ങനെ കൊണ്ടുവന്ന. അതെ അതെ അതെ, ലക്ഷദ്വീപിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എവിടെ പോയാലും നമ്മുടെ കുറച്ച് ഇഷ്ടപ്പെടുന്ന മനുഷ്യർ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് എടുത്തു പറഞ്ഞത് ഒരുപക്ഷെ കമന്റ് ബോക്സിൽ തന്ന ആള് ചിലപ്പം പറയുമായിരിക്കും തന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ലക്ഷദ്വീപിന്റെ പ്രത്യേകതയാണ്, നമ്മളവിടെ വന്നു എന്ന് പറയുമ്പോൾ കുറേ ഫാമിലീസ് നമ്മൾ കാണാൻ വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത് ഭക്ഷണമായിരിക്കും. അതാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടത്. പ്രത്യേകിച്ച് അവിടുത്തെ ഒതന്റിക് ഫുഡ്, പ്രത്യേകിച്ച് ഭയങ്കര ഫിഷിന്റെ കുറച്ച് സംഭവങ്ങൾ അതൊക്കെ തന്നെ കൊണ്ടു തന്നിട്ടുള്ളത്. അല്ല, തീർത്തും അല്ല. ഞാൻ ഒട്ടും അല്ലാത്ത ആളാണ്. എന്ത് കിട്ടിയാലും കഴിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിയിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്വിഗ്ഗി സൊമാറ്റോയിലോ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക കഞ്ഞിയായിരിക്കും. എനിക്ക് ഭയങ്കര കഞ്ഞി ഭയങ്കര എളുപ്പമാണല്ലോ കഴിക്കാൻ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ബിരിയാണി ഇല്ലെങ്കിൽ മന്തി അങ്ങനത്തെ ആളല്ല. ബർഗറൊന്നും അങ്ങനെ അധികം കഴിക്കാറില്ല. ചോറും മോര് കറിയും ഫിഷ് അതൊക്കെ കിട്ടിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ നമ്മളൊക്കെ ആദ്യം ഓർഡർ ചെയ്യുന്നു മറ്റേ ബർഗറും. ബർഗർ എന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കഞ്ഞി അപ്പുറത്ത് വെച്ച് ഞാൻ കഞ്ഞി എടുക്കും. ഞാൻ ഈ ഹോളിലേക്ക് വന്നപ്പം എനിക്ക് ഭയങ്കര എന്നെ അട്രാക്ട് ചെയ്ത ഈ ഒരു സോഫ സെറ്റാണ് കേട്ടോ. എനിക്ക് ഇതിന്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫോറസ്റ്റ് ഗ്രീൻ അല്ലേ? അതെ അതെ, 5 ആയിരുന്നു, നമ്മളൊന്ന് ഒഴിവാക്കിയിട്ട് 4 ആയിട്ട് മേടിച്ചതാ. ഈ കളർ ഭയങ്കര ഇഷ്ടമാണോ? അതോ ഞാൻ ഈ വീട് വെച്ചപ്പം എന്റെ മനസ്സിൽ തീരുമാനം ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഇരിക്കണം. അതിന് ഒരു തരത്തിലും കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇപ്പം ഗിഫ്റ്റ് കിട്ടിയത് പോലും ഞാൻ എല്ലാം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എനിക്കിത് ഇവിടെ ചേരും എന്ന് തോന്നുന്നത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതിപ്പം വലിയ തുക കൊടുത്തു പോലും ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചെറിയ സംഭവങ്ങളടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതെന്തുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ ഒരിക്കലേ വീട് വെക്കുള്ളൂ. ആ ഒരിക്കൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് വൈറ്റ് നിർബന്ധം. അത് എനിക്ക് ഇരുട്ടിച്ചിട്ട് പ്രശ്നമുള്ള ഒരാളാണ്. ഇരുട്ടും കറുപ്പും എനിക്ക് പ്രശ്നമാണ്. എനിക്ക് കറുപ്പിനോട് ഇഷ്ടമുണ്ട്, പക്ഷെ എനിക്ക് ഡാർക്ക്നെസ് ഒരു ബുദ്ധിമുട്ടാണ്. അത് ഉമ്മാക്കൊക്കെ അറിയാം, വീട്ടിലെല്ലാവർക്കും അറിയാം. ഞാൻ ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങുന്ന ഒരാളിവിടെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് എവിടെയെങ്കിലും വെള്ള കണ്ടാൽ കുറച്ച് പോസിറ്റീവ് സാധനം ഫീൽ ചെയ്യുന്ന ഒരാളാണ്. മഴ ഭയങ്കര നെഗറ്റീവ്. അത് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് മഴ കാണുന്നത് ഇഷ്ടമല്ല, മഴ കേൾക്കുന്നത് ഇഷ്ടമല്ല. അതൊരു എന്തോ ലൈഫിന്റെ ഒരു പാസ്റ്റിൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം. കുട്ടിക്കാലത്ത് ഈ മഴ നനഞ്ഞ് ഞാൻ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ലൈഫ് കടന്നത്. അതിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. 2 സെന്റിൽ ഒരു ചോരുന്ന വീട്ടില് സ്കൂളിൽ കുട ഇല്ലാതെ പോവാം, കുട ഇല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം കേട്ടോ, അത് ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അത് മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാൾക്ക് ഒരു ആദ്യമായിട്ടൊരു വീട് വെക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്വപ്നങ്ങൾ കാണുമല്ലോ. എന്തായിരുന്നു മെയിനായിട്ടും ഇവിടെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊരു കാര്യം? അത് മെയിനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്പേസ് എന്നുള്ളത്. ഓപ്പൺ കിച്ചൺ വിത്ത് ഒരു ഹാള്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടി സ്റ്റെയർ കേസ് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കുറച്ച് സ്പേസ് ഉള്ള കുറച്ചും കൂടി വലിപ്പം തോന്നിക്കും കേട്ടോ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത്. ഡബിൾ ഹൈറ്റിന് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ആഗ്രഹിച്ചു. പിന്നെ എന്റെ റൂം എടുത്തു പറയണം, കുറച്ച് ഭംഗിയുള്ള, എനിക്ക് ഹോട്ടലിൽ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കഴിഞ്ഞ കുറച്ച് 3-4 വർഷമായിട്ട് കൂടുതൽ ഹോട്ടലിൽ നിന്നുകൊണ്ടായിരിക്കും. അതെ, അവിടെ നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും ഒരു കർട്ടനിങ് നീക്കുമ്പോൾ ഒരു ഗ്ലാസ് കാണും. അപ്പോൾ നല്ല വ്യൂ ആയിരിക്കും. പക്ഷെ ഇവിടെ വ്യൂ ഇല്ല. തൊട്ടപ്പുറത്ത് ബംഗാളികൾ പണിയെടുക്കുന്ന കാണാൻ പറ്റും, പക്ഷെ ഗ്ലാസ് വേണം, ഇത് വേണം, കർട്ടനും വേണം. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണോ ഈ ക്ലോക്ക്? അതോ നാദ്രയുടെ തന്നെ ഒരു ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ് ചെറുതായിട്ട്. അപ്പൊ ഒരു ഇൻഫ്ലുവൻസിങ്ങിന്റെ ഭാഗമായിട്ട് കോട്ടയത്തുള്ള ഒരു ടീം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വീടൊക്കെ പണിയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ വിചാരിക്കും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്കൊക്കെ മൊത്തം കൊളാബാണ് കിട്ടുന്നത്. ശരിക്കും നാദരെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? ഇത് കൊളാബാണോ? ഇല്ല, ഞാൻ ഇത് കാശ് കൊടുത്ത് വെച്ച വീട് തന്നെയാണ്. ഇതില് ചെറുതായിട്ടും ഒക്കെ തന്നെ കൊളാബറേഷൻ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്റെ വേർപ്പിന്റെ ഒരു അധ്വാനത്തിന്റെ ഒക്കെ റിസൾട്ട് ഈ വീട്ടിലുണ്ടെന്നുള്ളതാണ്. വളരെ തുച്ഛമായ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം നമുക്ക് എത്ര കിട്ടുക? വളരെ ചെറിയ എമൗണ്ട്. നമ്മളൊരു കൊളാബറേഷൻ പോയി കഴിഞ്ഞാലും കിട്ടുന്ന എമൗണ്ട് ഒന്ന് മൈനസ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ മൈനസ് എവിടെയെങ്കിലൊക്കെ പ്ലസ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൊളാബറേഷൻ അല്ല കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ട് വെച്ചത്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. അതെ, ഇതും നാദ്രയുടെ ഐഡിയ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ അത് എല്ലാവരും പറയും കുറച്ച് സ്പേസിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. കാരണം നമുക്കൊരു പരിമിതി ഉണ്ട്, 3 സെന്റ് ഉള്ളൂ എന്നുള്ളത്. 3 സെന്റിൽ കാർ പോസ്റ്റ് വേണം, ഇത്ര സൈസിൽ റൂമുകൾ വേണം എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചൺ നമുക്ക് ചെറുതായി പോയി. പക്ഷെ നമ്മൾ ഒരു തരത്തിലും
സങ്കടപ്പെടുന്നില്ല. കാരണം നമുക്ക് ഈ 3 പേർക്ക്, 3 2 പേര്, ഉമ്മ അനിയത്തിയൊക്കെ ഉണ്ടാവുള്ളൂ. പണിയെടുക്കാൻ വളരെ സ്പേസ് ഉള്ള ഒരു കിച്ചണാണ്. പക്ഷെ നമുക്ക് വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ളതാണ്. പിന്നെ ഇത് ഇവിടെ ആരും നിൽക്കാറുമില്ല. ഞാൻ വന്നപ്പോ തൊട്ട് ഉമ്മ അപ്പുറത്തൊരു കിച്ചൺ ഉണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ എല്ലാ വീട്ടിലും നമ്മൾ കാണുന്നതാണ്. നല്ല സ്ഥലത്തൊന്നും നമ്മുടെ ഉമ്മമാര് കയറിയില്ല, അത് അങ്ങനെ വെച്ചേക്കും. ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ സ്പേസിൽ കുക്ക് ചെയ്യേണ്ട അതാണ് നല്ലതെന്നുള്ളത്. കാരണം എനിക്കൊരു പാത്രം ഇങ്ങനെ കിടക്കുന്നതോ ഒക്കെ ഒരു ബുദ്ധിമുട്ട്. കാരണം ഇവര് കുക്ക് ചെയ്യാൻ കയറിക്കാൻ അത് അവരുടെ പ്രശ്നമല്ല. അവരെന്തായാലും പാത്രം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവാം. പിന്നെ സ്മെല്ലിന്റെ ഒരു പ്രശ്നം സ്വാഭാവികമാണ്, അത് എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമ്മളതൊരു ചിമ്മിനി ചെയ്തിട്ടുണ്ട്, അത് വരാതിരിക്കാനും കൂടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കളർ കോംബോ ഒക്കെ കളർ കോംബോയും ഞാൻ കുറച്ചൊരു അറബിക് സ്റ്റൈല് ശ്രമിച്ചിട്ടുണ്ട്. ഗ്രീൻ, ഗോൾഡ്, വുഡ്, വൈറ്റ്, അങ്ങനെയാണ് കളർ കോംബോ വരുന്നത്. അത് മെയിൻ കിച്ചണിലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ ഉമ്മ വർക്ക് ചെയ്യുന്നോണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എല്ലായിടത്തും കാണുന്ന സ്റ്റൈല് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊരു ഡൾ അജ്രക്ക് തന്നെയാണെന്ന് എന്റെ വിശ്വാസം. ആവണേ ദൈവം. അപ്പൊ അത് ടൈം എടുത്ത് കിട്ടിയൊരു ടൈൽസ് ആണ്. കാരണം ഇത് ഇവിടെ നമുക്ക് ഓരോരുത്തരും വാങ്ങാൻ കിട്ടത്തില്ല. നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൽ ഒരു മനോഹരമായ ഒരു പോർട്രേറ്റ് ഇരിപ്പുണ്ട്, മേളി ഇരിപ്പുണ്ട്. ഇതും ചെറിയൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് ഒറിജിനലാ. ഇത് ഒറിജിനൽ ആണ്. ഓക്കെ, ഇത് എന്റെ ക്ലിപ്പ് ഇരിക്കുവാണ്. എനിക്കാണെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുക. ഇത് ഒറിജിനൽ ആണല്ലേ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് പ്ലാസ്റ്റിക്. ഒരു 4 ചെയർ ഡൈനിങ് ടേബിൾ ഉണ്ട്, അതുപോലും വൈറ്റ് ആണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സാധാരണ എല്ലാരും എന്തെങ്കിലും ഡൈനിങ് ടേബിൾ ഒക്കെ ആണെങ്കിലും ഓക്കെ ചെളിയൊന്നും പിടിക്കാത്തത് മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഇവിടെ ഒരാൾ മറ്റേ വൈറ്റ് തന്നെ മതി എന്ന് വിചാരിച്ചല്ലേ. ഇത് കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ മനസ്സിന് കൺസെപ്റ്റിലുള്ള 6 ചെയറിന്റെ ഉണ്ടാവും. 4 ചെയർ ഭയങ്കര ടാസ്ക് ആയിരുന്നു. പിന്നെ വലിയ തുകയൊന്നും ആവില്ല. കാരണം എനിക്ക് തുകയല്ലായിരുന്നു പ്രശ്നം, എനിക്ക് സൈസ് വേണം, വൈറ്റും വേണം. അതായത് ഇവിടെ കുറെ സാധനങ്ങൾ ഇതുപോലെ 2 ആമക്കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്, TV ഉണ്ട്. ഇവിടെ ഇത് പറഞ്ഞോട് മറ്റേ കുറച്ച് സാധനങ്ങളല്ലേ പോർട്രേറ്റ്, ഇതൊക്കെ അവിടെ തന്നെയാണ്. ഇത് ഈ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല, എല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ്. അതൊക്കെ എനിക്ക് ഞാൻ ഇനാഗ്രേഷൻ ഒക്കെ പോകുന്ന സമയത്ത് എന്നെ കാണാൻ കുറെ ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ ഗിഫ്റ്റും കൊണ്ടൊക്കെയായിരിക്കും വരാം. അപ്പം കുറച്ച് ഫോട്ടോസ് ആയിരിക്കും. ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോസും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. ഇത് ബിഗ് ബോസിന്റെ ഇതാണ്. ബിഗ് ബോസിൽ നിന്ന് ഓർമ്മിക്കാനായിട്ട് നമുക്കൊന്നും കിട്ടില്ല എന്നുള്ളത്, ഓർമ്മകളെ കിട്ടത്തുള്ളൂ. ഇല്ല, ബിഗ് ബോസിൽ 1ാം സമ്മാനം കിട്ടുന്ന ആൾക്ക് മാത്രമാണ് ട്രോഫി ഉള്ളത്. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ കുറച്ച് പ്യുവർ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഗിഫ്റ്റ് മീൻസ് സമ്മാനമായിട്ട് കിട്ടിയതല്ല. അല്ലാതെ അവിടുന്ന് അങ്ങനെ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയില്ല. ഇല്ല, 1ാം സമ്മാനത്തിന് മാത്രമേ, നാളിതുവരെ അങ്ങനെ തന്നെയാണ്. അതിപ്പോ ബിഗ് ബോസിൽ ആരുടെയും ഇല്ല, ബിഗ് ബോസിലുള്ള ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ പോയാലും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എന്തോ ഇങ്ങനെയൊക്കെ ഒരു ടാസ്കിനിടെ കിട്ടിയതാണ്. അല്ലാതെ നമുക്ക് അവിടെ നിന്ന് അൾട്ടിമേറ്റ് എൻഡിൽ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പൈസ കിട്ടും. അതെ, പിന്നെ നല്ല പൈസ കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു താഴെ എത്ര ബെഡ്റൂം ഉണ്ടോ? താഴെ ഒറ്റ ബെഡ്റൂമാണ്, ഒരു മാസ്റ്റർ ബെഡ്റൂം. എല്ലാത്തിനും ഒരു മിനിമൽ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും ബെറ്റർ. ഒരു വാഷ്റൂം ഉണ്ട്, അത് നമ്മളൊരു എന്താ പറയുന്നത്, ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. ബെഡ്റൂം ഒന്ന് കാണാം. ഇപ്പൊ ഞാൻ എന്റെ വീട് പോലും മറ്റേ ഫ്രണ്ടിൽ കയറി പോവാട്ടോ. ഇവിടെയും ഒരു ഗ്രീൻ ടച്ച് കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട്. നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പം ആകപ്പാട് എടുത്തത് ചിലപ്പോൾ പക്ഷെ ഈ റൂമിലെ ഈ സെറ്റ് ആയിരിക്കും. ഈ സെറ്റ് അതെ, പാർട്ടാണ്. പിന്നെ അത് നമ്മൾ പാരന്റ്സ് അൾട്ടിമേറ്റ്ലി വഴക്ക് പറയുമല്ലോ, ഇതൊക്കെ എടുത്തൂടെ, നമ്മൾ ഇത്ര കാശ് കൊടുത്തൊക്കെ അന്ന് മേടിച്ചില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വേറെ കൺസെപ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് പിന്നെ പ്രശ്നമില്ല എന്നുള്ളത്. ഇതാണ് ഉമ്മയും വാപ്പയും ഞാനും സിസ്റ്ററും മേലില്, അവിടെ മേലിൽ 3 റൂമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നാദനയുടെ റൂം കാണാം. അവിടെ എന്തൊക്കെയോ ഇവിടെയാണ് കോമൺ വാഷ്റൂം വരുന്നത്. അതിനൊരു പ്രത്യേകത ഇപ്പൊ കോമൺ ആണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും പാരന്റ്സ് ഏജ് ആകുന്ന സമയത്ത് അതൊരു എന്താ പറയാ അറ്റാച്ച് ആക്കാൻ പറ്റും, അപ്പുറത്ത് ഡോർ ഇടാൻ പറ്റും. ഇവിടെ ഒരു നമ്മുടെ വാഷിംഗ് ഏരിയ ഉണ്ട്, അതും ഭയങ്കര രസമുണ്ട്. അതും വൈറ്റ് വിത്ത് ഗോൾഡ്, എവിടെയൊക്കെ ഗ്രീനും ഉണ്ട്. ഓക്കെ, നമുക്കതാ മേലോട്ട് പോയാലോ? ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? നമ്മുടെ
സ്റ്റെയർ കേസ് സ്ഥലപരിമിതിയുള്ള വീട്ടുകാർ സ്വാഭാവികമായിട്ട് ഒരു ഡബിൾ ഹൈറ്റിന് ഈ ഗ്യാപ്പ് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി സ്പേസ് ഉള്ള ഒരു ഫീല് നമുക്ക് തോന്നും കാണുന്നവർക്ക്. ഈ വീട് പാലാച്ച് കഴിഞ്ഞ സമയം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഹോം ടൂർ ചെയ്യാനായിട്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീട് കൂടെ. കാരണം എല്ലാവരും ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു വളരെ പ്രൈം ഏരിയയിലാണ്. അപ്പൊ ഇവിടെ ഒരു സ്ഥലം കിട്ടാൻ തന്നെ ടാസ്കാണ്. ഇവിടെ കുറെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ ഞാൻ ഈ കൂടുതൽ നമ്മൾ അറബിക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഫ്രെയിം ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രെയിമാണ്. കാരണം കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫ്രെയിം കൂടിയാണ്. ഗ്ലാസ് ആണ്, ഗ്ലാസ് ആണ്, കൊളാബറേഷൻ ആണ്. അതെ, എന്റെ റൂം ഇവിടെയാണ്. സിസ്റ്ററിന്റെ റൂം കണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരു അടിപൊളി ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോ പണ്ട് നമ്മൾ തലയിൽ മറ്റൊരു നേരത്തെ പറഞ്ഞതില് ഒന്നാണ് ഇത്. ഈ ലൈറ്റിന് ചിലപ്പം അതെ കുറച്ച് വലിയ ഹ്യൂജ് എമൗണ്ട് ഉള്ള ഒരു ലൈറ്റ് കൂടിയാണ് അത്. ഞാൻ പറഞ്ഞു ചിലതൊക്കെ ഞാൻ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ വാങ്ങിയിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വേറെ ലൈറ്റാണ് ഇത്. ഈ ഒരു കളർ മാത്രമല്ല, വേറൊരു ഷെയ്ഡൊക്കെയാണ്. മെയില് 3 ബെഡ്റൂമും, ഒന്ന് എന്റേത്, സിസ്റ്ററുടേത്. പിന്നെ ഇത് റൂമാണ്, പക്ഷെ ഞങ്ങൾ സ്റ്റോർ റൂം ആക്കി വെച്ചേക്കാം. കാണിക്കാൻ മാത്രമൊന്നുമില്ല, കുറെ ഗിഫ്റ്റ് കിട്ടിയതുണ്ട്. സിസ്റ്ററിന്റെ റൂമാണ്. അതെ, സിസ്റ്റർ ഇവിടെ ഉണ്ടോ? ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെറിയ സ്ഥലമാണെങ്കിലും വലിയൊരു ചെറിയൊരു സാധനമുണ്ട്. ഞാൻ മറ്റേ കുഞ്ഞിലെ എന്റെ കയ്യിൽ പോലും ഇത്രയും വലിയ ഒരു ടെഡി ബിയർ. അത് വേറെ പ്രത്യേകം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഇതൊക്കെ സ്വപ്നം കാണാൻ പറ്റുമെന്നുള്ളതാ. പക്ഷെ വലുതായ സമയത്ത് കുട്ടിത്തം വിട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന കണക്ക് ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടല്ലേ. പിന്നെ ഈ ഇതാ നോക്കി അവിടേക്ക് ഇരിക്കുന്നതൊക്കെ പക്ഷേ ഇതൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോർ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ കുറെ ബ്രാൻഡുകളുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, കൊറിയൻ ആണോ ഈ ഒരു പൂക്കി സ്റ്റൈലൊക്കെ ഉള്ള പ്രൊഡക്ട്സും സാധനങ്ങളൊക്കെ കളക്ഷൻ ഉള്ള ഒരാളായിരിക്കും. ഈ പെർഫ്യൂംസ് ഒക്കെ ചിലപ്പോൾ എനിക്ക് കിട്ടിയതായിരിക്കാം. അപ്പൊ അത് അവള് സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെ ഇതൊക്കെ തുറന്നാൽ പോലും ഒരു കോസ്മെറ്റിക് കടയിലേക്കൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡ് എന്താന്ന് ഭയങ്കര നീറ്റ് ആയിട്ടൊക്കെ സൂക്ഷിക്കുക എന്നുള്ള വലിയ ടാസ്കാ. ഇത് തുറന്നു നോക്കിയപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചു, നമുക്കൊന്നും ഇത്രയും ക്ലിപ്പിന്റെ കളക്ഷൻസ് ഒന്നും ഉണ്ട്, പക്ഷെ പലയിടത്തായിട്ട് ചിന്തിച്ചത് ഇത്രയും ഓർഗനൈസ് ആയിരിക്കില്ല. അതെ, ഇത് ഈ റൂമിന് പ്രത്യേകത പിങ്ക് കളറാണ്. ശരിക്കും ഈ കുഞ്ഞു പിള്ളേരുടെ റൂമിലേക്ക് വരുന്ന പോലെ. ഇത് ഇവിടെ നോക്കി, ഇവിടെ ഒരു എന്താ ഇതൊക്കെ പറയുന്നേ, ബട്ടർഫ്ലൈ ഏഞ്ചൽ ചാം എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആളെ കണ്ടില്ലല്ലോ, ഇവിടെ ഇല്ല. ഉണ്ട് ആളൊക്കെ പതുങ്ങിയിരിക്കട്ടോ. പൊതുവെ ക്യാമറയുടെ മുന്നിൽ വരുന്ന ആള് ഞാനല്ലേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ അവിടെ ഒരു ഷെൽഫും ഉണ്ട്. അതെ, വോളട്ടിന് പ്രത്യേകത ഉള്ളത് എന്റെ റൂമിലാണ് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് കുറച്ച് ടാസ്കും കൂടെ ആയിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന വോളട്ട് മാറ്റിയിട്ട് അതൊരു വേറൊരു ഭംഗിയിലൊരു ഫ്ലവറിന്റെ സാധനം. അതെ, ഇതും ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു. പിന്നെ ഈ പാലുകാഴ്ച അന്ന് കുട്ടികളൊക്കെ ഉള്ളപ്പോ കുട്ടികളൊന്ന് ചൊരണ്ടീന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളതാ സൈഡില്. അതെ, അപ്പൊ പിന്നെ എന്റെ റൂമിലേക്ക് പോവാം. ഭയങ്കര ഇഷ്ടം. അതെ, അറിയാം. എനിക്ക് വായിക്കാൻ അറബിയല്ലേ? മുഹമ്മദ് എഴുതിയിരിക്കുന്നത് അറബി. ഞാൻ വായിക്കാത്തല്ല കേട്ടോ, ഞാൻ അത് മുഹമ്മദ് എന്നുള്ളത് നോക്കിയതാ. സോറി, ഇപ്പൊ ആൾക്കാർ എനിക്ക് വായിക്കാൻ അറിയാം. ഞാൻ അത്യാവശ്യം മതപഠനം നടത്തിയിട്ടുള്ള ആളാണ്. ഇതാണ് എന്റെ റൂം. ഇത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളേഴ്സ് അല്ല, എന്താ ഇത്, അങ്ങനെയൊക്കെയല്ലേ? ഒരു ബ്രൈറ്റിന്റെ ഇടയിൽ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ കൊടുത്തു. ഗ്രീൻ വിട്ടിട്ടില്ല കേട്ടോ, ഗ്രീൻ വിട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വോൾ പെയിന്റ് കുറച്ചൊരു കുറെ എനിക്ക് എൻക്വയറി വന്നിട്ടുള്ള ഒരു വോൾ പെയിന്റ് ആണ്. വോൾ പേപ്പർ ആണ്, വോൾ പെയിന്റ് അല്ല, പേപ്പറാണ്. ഇങ്ങനെ ഒരു തീം ചൂസ് ചെയ്യാൻ കാരണം ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ആളുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ വന്ന സമയത്ത് അതിൽ നിന്ന് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തത്. സാനിയപ്പയുടെ ഒരു പിക്ചറിൽ ബാക്കിൽ ഇതിന്റെ ഒരു വേറൊരു ഫ്രെയിം, വേറൊരു ഇതുണ്ടായിരുന്നു. ഇത് കുറച്ച് നാച്ചുറൽ ആണ്, അത് ഒരു വോൾ ആയിട്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോഴും ഇത് തന്നെയാണ് ഒരു ബ്രൗൺ. അതെ, നമ്മളിന്ന് താമസിച്ച വീടായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പരിമിതി ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു വിൻഡോ ഗ്ലാസ് ആണ്. തുറക്കുമ്പോൾ അപ്പുറത്ത് ബംഗാളികളെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട്
ഞങ്ങൾ അടച്ചിടുന്നു. പക്ഷെ എനിക്കിതിങ്ങനെ പകലാവുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മളത് ചെയ്തു. ആഗ്രഹത്തിന് ഒരു പരിമിതി വെക്കരുത് എന്നുള്ള. ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാതെ പോയ കാര്യമുണ്ടോ? അങ്ങനെ ലിഫ്റ്റ് ഒക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അത് പക്ഷെ വീട് സ്ഥലം വാങ്ങുന്ന മുന്നേ വരെ ലിഫ്റ്റ് വെക്കുന്ന വീടൊക്കെ ഇപ്പൊ ഒരു ഇതല്ലേ, കസ്റ്റമൈസ്ഡ് ലിഫ്റ്റ് കിട്ടുകയും ചെയ്യുന്നതാണ്. പക്ഷെ അത് നമുക്ക് നമ്മുടെ ഇതും കൂടെ നോക്കണമല്ലോ. പിന്നെ ഈ റൂമിൽ ഒരു പ്രത്യേകത, റൂമിന്റെ അകത്ത് വേറെ ചെറിയ റൂമുണ്ട്, വാൾഡ്രോബ് റൂം. നമ്മൾ സ്ത്രീകളായിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് കുറെ അധികം കളക്ഷൻസ് ഡ്രസ്സിലുള്ള ഒരാളാണ്. ഇവിടെ നല്ല കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണാടി മുഖ്യം ബിഗിലെ എന്ന് പറയുന്നത്. ഇവിടെ ഈ റൂമിന്റെ അകത്ത് 4 കണ്ണാടി കണ്ടുണ്ട്. 4 കണ്ണാടിയോ? എനിക്ക് ഇവിടെ ആവാടപ്പെട്ടിയൊക്കെ ഉണ്ട്. എന്താ ഇതിനകത്ത്? അതിനകത്ത് ഞാൻ ചിലപ്പോ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ഇതൊന്നും നല്ല ഓർണമെന്റ്സിന്റെ സെക്ഷൻ തന്നെ ഉണ്ട് എന്നുള്ളതാ. ഞാൻ ഇതൊക്കെ സൂക്ഷിക്കും. അതേപോലെ ഇവിടെ വലിയൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് നാദരയുടെ. ഇതെന്താണിത്? സിഗ്നേച്ചർ. ഇവിടെ വന്ന് അതാ ഞങ്ങള് തിരിച്ചു മറിച്ച് വെക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അറിയില്ല, ഒന്ന് ഞാനായിക്കോട്ടെ, ബാക്കി ഭാവിയിൽ അറിയില്ല. മനസ്സിലായി. പക്ഷെ ഇപ്പത്തെ നിൽക്കുന്ന ആളാണ് എനിക്ക് കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതെ, സമയമുണ്ടല്ലോ, 30കളൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. ശരിക്കും പ്രണയവേദനകളൊക്കെ വരാറുണ്ടോ? ഓ, അതൊക്കെ ഉണ്ട്. ഞാൻ പ്രണയിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ ഇല്ല നിലവിൽ. എനിക്ക് ഭയങ്കര സിംഗിൾ ലൈഫ് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അതിപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രണയിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കുക. അവർ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിലങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ പ്രണയ രോഗികൾക്ക് ഒരു പ്രശ്നമുണ്ട്, അവർ പ്രണയിച്ചോണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത പണിക്ക് പോകും. അപ്പം ഈ രൂപമാവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഒരു ചെറിയൊരു ഷെൽഫ്. ഇത് ഗിഫ്റ്റ് കിട്ടിയാണോ? ഇത് ആ ടീമിന്റെ അല്ല, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ തന്നതും ഉണ്ടാവുമല്ലോ. അതുണ്ട്. ഞാൻ ഇവിടെ തുടക്ക സമയത്ത് എന്റെ കൂട്ടുകാരാനായിരുന്നു. ആണോ? അതിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഒരു ആമാടപ്പെട്ടി ഉണ്ട്. എന്താ ഇതിനകത്ത്? അതിന്റെ അകത്ത് ഞാൻ ഈ 2 ബോക്സിൽ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഓടാൻ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ആഭരണങ്ങളാണ് കേട്ടോ. അടുത്ത റൂമിലേക്ക് ഞാൻ തൽക്കാലം ഇപ്പൊ ഉപയോഗിച്ചതിന്റെ ഒരു പരിമിതി അവിടെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മള് വാൾഡ്രോബ് റൂമിലേക്ക് കയറുന്ന സമയത്ത് എന്റെ ഭയങ്കര നിർബന്ധമായിരുന്നു. ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ടുന്നത് കണ്ണാടി. എവിടെ നമ്മള് ഒന്ന് നോക്കുമ്പോ നമുക്ക് അത് തൃപ്തിയില്ലെങ്കിൽ ഇപ്പുറത്ത് നോക്കാം. പല നിൽക്കുമ്പോൾ സൈഡും കാണും, ഫ്രണ്ടും കാണും. ഫുള്ള് കാണണമെങ്കിൽ അപ്പുറത്ത് കണ്ണാടി ഉണ്ടെന്നുള്ള. ഓക്കെ, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്പേസ് കൂടിയാണ്. ഇപ്പൊ ഒരു ഇതുള്ളത് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമുള്ള ഡ്രസ്സുകളായിരിക്കും ചിലപ്പോ. എനിക്ക് കുറച്ചധികം ഈ സാരി ക്രേസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുമല്ലോ കൊളാബറേഷൻ ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. പിന്നെ കൂടുതലും താഴത്തെയും ഒക്കെ റൂമില്, സ്റ്റോർ റൂമില് ഒരു 2 അലമാര അവിടെ ഉണ്ട്. ഇതൊക്കെ ഇനി ഉടുക്കാനുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ജ്വല്ലറി ഒക്കെ ഇത്ര ഇങ്ങനെ കുറെ ഉണ്ടെന്നുള്ളത്. അതെ അതെ. ഈ ഞാൻ 2 പേരുടെ കയ്യിലും കണ്ടത് കുറെ പെർഫ്യൂം കളക്ഷൻസ്. പെർഫ്യൂം കളക്ട് ചെയ്യുന്ന ആളാണോ? കളക്ഷൻ ഞാൻ സത്യം പറഞ്ഞ ഉപയോഗിക്കത്തില്ല, മറന്നു നമ്മള്. പക്ഷെ പെർഫ്യൂം ഇഷ്ടം പോലെ കയ്യിലുണ്ടെന്നുള്ളത്. പിന്നെ ഇതെല്ലാരും ചോദിക്കുന്ന വേറൊരു കാര്യം, കാരണം വാഷ്റൂമിന്റെ ഡോറ് പക്ഷെ അവിടെ മിറർ വെച്ചിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ വീട്ടിലെ 3 വാഷ്റൂം അത്യാവശ്യം വലിയ സ്പേസിൽ തന്നെ എടുത്ത്. ഇനി നിർബന്ധം വാഷ്റൂം വലിയ സ്പേസ് ആണ്, ഒരു ഗ്രൗണ്ട് പോലെ ഇരിക്കണം എന്നുള്ള. ഡ്രൈ ഏരിയ വെറ്റ് അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ റൂമിന്റെ അകത്ത് റൂം ഉള്ളത് ഇത് ഭയങ്കര നമ്മള് സ്ത്രീകൾ നല്ലതാണ്. ഇവിടെ ഒരു സ്പേസ് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ നമുക്ക് നല്ലതായിരിക്കും. ഇനിയിപ്പം ഈ റൂമിന്റെ അകത്ത് ബാൽക്കണി ഉണ്ട്. അത് 2 റൂമിനും കണക്ട് ചെയ്ത ഒരു ബാൽക്കണി. ആണോ? അതെ, അധികം തുറക്കുന്ന സമയത്ത് ബാൽക്കണി കൂടെ കാണാം. നല്ല കാറ്റുണ്ടല്ലേ ഇവിടെ. ബാൽക്കണി 2 ഡോർ. ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ആക്സസ് ഉണ്ട്, എനിക്കും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റിന്റെ അടിവശം കാണാൻ പറ്റും. ഞാനതൊരു ട്രോളായിട്ട് പറഞ്ഞ് ഭയങ്കര മില്യൻസ് ഒക്കെ പോയതാണ് ഫ്ലൈറ്റിനെ ചന്തി കാണാൻ പറ്റുമെന്നുള്ളത്. നമുക്ക് ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. ഫ്ലൈറ്റ് നമുക്ക് ഇങ്ങനെ പോണത് കാണാം, അല്ല ആ സൈഡിൽ കൂടെ അങ്ങനെ നമുക്ക് സൈഡ് കാണാൻ പറ്റും. അടിവശം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഇറങ്ങുന്നത്? കറക്റ്റ് എന്റെ പിന്നെ മേളിൽ കൂടെയാണ്. ഞങ്ങൾ മുംബൈയുടെ വന്നപ്പോൾ നല്ല സൗണ്ട് കേട്ടായിരുന്നു. ഞങ്ങൾ ഇതുവഴിയെ പോകുന്നത് എന്ന് വിചാരിച്ചു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ആദ്യം വന്നപ്പോൾ വിചാരിച്ചു എന്തോ പല്ലില് പറ്റിയിരിക്കുകയാണെന്ന്. പക്ഷേ ടൂത്താർട്ട് ചെയ്താണോ?
അത് എവിടെ പോകുമ്പോൾ ആൾക്കാർ പ്രത്യേകിച്ച് സ്റ്റേജിൽ നിൽക്കുമ്പോൾ കുറച്ചൊരു ഭംഗിയാണ്. ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ പറ്റിയിട്ടുണ്ടാവും. ഞാൻ ആദ്യം ചോദിക്കാൻ തുടങ്ങി, പിന്നെ എനിക്ക് മനസ്സിലായി വേണ്ട ചോദിക്കണ്ട, ഇത് മറ്റേ ആർട്ട് ട്രോളൊക്കെ ആയിട്ട് നാദയുടെ പല്ലിന് ലക്ഷങ്ങളുടെ വില എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ? ടെമ്പററിയാ, നമുക്ക് അതിന് പെർമനന്റ് ആയിട്ട് അതിനെ വേണ്ടെങ്കിൽ മാറ്റാം. പക്ഷെ ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ആർട്ട് അറിയാം. നമുക്കത് പല റേഞ്ചിൽ അത് ഇനി പറഞ്ഞ അവസരം അറിയാലോ നമ്മുടെ പ്രേക്ഷകർക്ക്. 1 അടുപ്പിച്ചൊക്കെ ആയാലോ. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. നമുക്ക് ഈ സ്റ്റോൺസിന് ചില പല റേഞ്ചിൽ ഉണ്ടാവുമല്ലോ. സാധാരണ ഇപ്പൊ നിങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ടിന് ഇത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് താല്പര്യമാണെങ്കിൽ ചെയ്യണം കേട്ടോ. എന്തൊക്കെയല്ലേ നമ്മൾ ഓരോരോ മനുഷ്യർ ഓരോ പ്രാവശ്യം ഓരോ ആർട്ടുകളൊക്കെ. ഓക്കെ, നമ്മൾ ഇനി എന്താണ് നമുക്ക് കാണാനുള്ളത്? മൊത്തം ഈ ഒരു വീടിന് എത്ര കോസ്റ്റ് ആയി നാദിറ? കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എത്രയും പക്ഷെ അടിപൊളിയാക്കാമെന്ന് ഒരുപാട് പേര് ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കുള്ളൊരു അഡ്വൈസ്. എനിക്ക് ഭയങ്കര ഡ്രീമാണ്. ഞാൻ തൊട്ടപ്പുറത്ത് താമസിക്കണേ, താമസിച്ചിരുന്നേ. അതൊരു മുടുക്കെന്നൊക്കെ പറയുമ്പോൾ ഇടവഴി, അത് നമ്മള് ട്രിവാൻഡ്രത്ത് മുടുക്കാണല്ലോ. അപ്പം അവിടെ നിന്ന് എനിക്കൊരു പക്ഷേ ഈ വീടിന് ഇൻവെസ്റ്റ് ചെയ്തത് ഈ തുക ഉണ്ടെങ്കിൽ എറണാകുളത്ത് പ്രൈം ഏരിയയിൽ വലിയൊരു ഫ്ലാറ്റ് വാങ്ങാം. ഞാൻ പറയാം, തൊട്ട് ഫ്രണ്ടിൽ ആ ബൈപ്പാസ് വരുന്നത്, തൊട്ടടുത്താണ് എയർപോർട്ട്, തൊട്ടപ്പുറത്താണ് ട്രിവാൻഡ്രം സിറ്റി വരുന്നത്. ലുലു മാൾക്ക് 10 മിനിറ്റ് പോലും അടുത്താ. അപ്പൊ ആ പ്രൈം ഏരിയ എന്ന് എടുത്ത് പറഞ്ഞു, കാരണം നിങ്ങൾക്ക് സിറ്റിന്ന് ഭയങ്കര അടുത്തായിരുന്നല്ലോ. അപ്പം ഈ സ്ഥലം മേടിക്കാനായിട്ട് വലിയ തുകയായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ഞാൻ എടുത്ത് വീശി. നമുക്ക് ഒരു വട്ടേ വെക്കാൻ പറ്റും. അപ്പൊ എനിക്ക് എന്റെ നാട്ടുകാരുടെ ഇടയിൽ തന്നെ നിൽക്കണം എന്നൊക്കെ ഉള്ളൊരു സ്വപ്നമൊക്കെ നമുക്ക് ഉണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കറക്റ്റ്, പിന്നെ വേറെ സ്ഥലവും കിട്ടാനില്ല. പിന്നെ പ്രത്യേകിച്ച് നല്ല സ്ഥലം കിട്ടിയിട്ടില്ല. കാരണം ഇത് കാർ പാർക്കിംഗ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വരെ പറ്റും. കാരണം ഒരു അപ്പാർട്ട്മെന്റ് ഏരിയ പോലെയാണ് വീട് വരുന്നത്. ഓക്കെ, നമുക്ക് താഴേക്ക് പോയാലോ? ഓ ഷോ, ഞാൻ തന്നെ ഡോറൊക്കെ തുറന്നു. അവിടെയാണ് സ്റ്റെയർ കേസ്, മേളിലേക്കുള്ള സ്റ്റെയർ കേസും വരുന്നത്. ഓ, ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഞാൻ തുറക്കട്ടെ? ഞാൻ തുറന്നു. അവിടെ അടി നടക്കുമ്പോ പോവാം. അതെ, സംസാരിക്കുന്നതായിരിക്കും. അറിയില്ല, ഞാൻ കണ്ടില്ല, എനിക്ക് അങ്ങനെ പരിചയം. സ്റ്റോർ റൂം നമുക്ക് നമ്മൾ പുതിയ വീടായതുകൊണ്ടേ ഈ ഇത് സ്റ്റോർ റൂം വരുന്നത്. ഇത് നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ സ്റ്റോർ റൂം ചെറിയ സ്പേസാണ്. ഇതൊരു റൂമായിട്ട് പരിഗണിക്കാൻ ഇല്ല. ഗസ്റ്റ് ഒക്കെ വരുമ്പോ വേണമെങ്കിൽ പെട്ടെന്ന് സ്റ്റോർ റൂമിൽ കിടക്കട്ടെ. സ്റ്റോർ റൂമിൽ വേണമെങ്കിൽ ഈ റൂമിൽ 4 ദൂരം കിടന്നിട്ടില്ല പോയല്ലോ കയ്യിൽ. അങ്ങനെയല്ല, ഗസ്റ്റ് വരുമ്പോ ഒത്തിരി ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് ഹാളിൽ കിടക്കുന്ന സുഖം. ആണോ? എനിക്ക് ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഭയങ്കര രസമുണ്ട് കാണാൻ. സ്വന്തം വീട്ടിലെ ലൈറ്റുകളെ പറ്റി അറിയാത്ത ഒരാളാണ് ഞാൻ. കണ്ട കളർ ഷെയ്ഡ് മാറുന്നുണ്ടോ? വൈറ്റും ഒരു പിങ്കും എന്തുണ്ട്. എനിക്ക് ഈ സ്വിച്ചുകൾ എപ്പോഴും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല. ഈ വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ, അല്ലെങ്കിൽ വെക്കുന്ന സമയത്തൊക്കെ ഉമ്മായിക്കും വാപ്പായിക്കും എന്തെങ്കിലും കൺസേൺ ഉണ്ടായിരുന്നോ? ഇന്നതുപോലെ ചെയ്യണം കൺസേൺ ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു തീരുമാനം ആണ് എന്നുള്ളതാ. ഇല്ല, അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വാപ്പയുടെ പ്ലാൻ വേറെ, എൻ്റെ പ്ലാൻ വേറെ ആയിരുന്നു. പക്ഷെ എൻ്റെ പ്ലാൻ ഞാൻ എന്റെ പ്ലാനിൽ തന്നെ ഉറച്ചു നിന്നു. അതെ, വാപ്പാക്ക് പക്ഷെ വാപ്പ പറയും നിന്റെ ഇഷ്ടത്തിന് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. അങ്ങനെ എന്റെ ഇഷ്ടത്തിന് ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം, ഈ വർഷം ഒരു 2 സിനിമ ഇറങ്ങാനുണ്ട്. അങ്ങനെ ലൈഫിൽ വർഷത്തിൽ ഒരു വർഷം ഒരു പടം ചെയ്യുന്ന ഒരാളെ എന്ന രീതിയിലാണ്. സെലക്റ്റീവ് ആയതുകൊണ്ടല്ല, കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നതുള്ളത്. കഴിഞ്ഞ വർഷം മരണമാസമായിരുന്നു നമ്മളെ ടോവിനോടെ ബേസിലെ പടം. ഈ വർഷം ഒരു 2 ഇറങ്ങാനുണ്ട്. അത് അവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പൊ ന്യൂസ് റീഡിംഗ് ഉണ്ട്. എങ്ങനെയുണ്ട് പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ? ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ന്യൂസ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പം പഠിച്ചതും ജേർണലിസം ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു രണ്ട് ഡിഫറെന്റ് മേഖലല്ലോ. ന്യൂസ് റീഡിംഗ്, പിന്നെ എന്റർടൈൻമെന്റിലേക്ക് പോകുമ്പോൾ ന്യൂസ് റീഡിംഗ് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കുറച്ചും കൂടി ഓവറായിട്ടൊക്കെ ഡ്രസ് ചെയ്യുന്ന ഒരാളായിട്ട് ന്യൂസ് റീഡിംഗ്. അപ്പൊ ആൾക്കാരൊക്കെ കമന്റ് ചെയ്യും. പക്ഷെ ഞാൻ വല്ലപ്പോഴും എപ്പിസോഡ് വായിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ചിട്ട് ഒരുങ്ങാനൊക്കെ. പിന്നെ അപ്പൊ അത് കാണാൻ കുറെ പേർക്ക് ഇഷ്ടമാണ്. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരുങ്ങി ന്യൂസ് റീഡിംഗ് ചെയ്യും. പിന്നെ സപ്പോർട്ടുണ്ട്, ചാനലിലൊരു സപ്പോർട്ട് നന്നായിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇനാഗുറേഷൻസ്, പ്രൊമോഷൻസ്, അങ്ങനെ. ഞാൻ ഇൻഫ്ലുവൻസർ അല്ല കേട്ടോ, അത് എടുത്ത് പറയണം. ഞാൻ എന്നെ ഇൻഫ്ലുവൻസും ചെയ്യണ്ട, പക്ഷെ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേ
ബിഗ് ബോസ് ഒരുപാട് സീസൺസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് കുറെ മുഖങ്ങൾ ഓർമ്മയുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന പേര് നാദിറ എന്നെല്ലാവർക്കും ഇതെങ്ങനെയാണ് ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റുന്നത്? അതിനൊരു വലിയ ഡെഡിക്കേഷനും കൂടി വേണം എന്നുള്ളതാണ്. ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞപ്പം ഏറ്റവും വലിയ ട്രോഫി കിട്ടിയത് ഇപ്പം ഇവൻ അതിൽ വിന്നർ അടക്കം പറയുന്നത്, അഖിലടക്കം ഒരു ഇതിൽ പറയുന്നുണ്ട് ജയിച്ചത് അഖിലാണോ എന്ന് അഖിലിന് തന്നെ സംശയമുണ്ട്. കാരണം നാദരയാണ് വിന്നർ എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഒന്നാമത്തെ കേസ് ആസ് ഒരു ട്രാൻസ്പേഴ്സൺ എന്ന രീതിയിലൊക്കെ ഞാൻ ഒരിടത്തും പറയുന്ന കാര്യമല്ല, ജനങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ പറ്റുക എന്നുള്ള വലിയ കാര്യം, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിൻ്റെ ഇടയിൽ. കാരണം അവർ എല്ലാത്തിനും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ടൈം എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ, ഞാനടക്കം അങ്ങനെയാണ്. അപ്പോൾ ആ ഇടത്ത് ഇത്രയും പ്രേക്ഷകരുടെ പിന്തുണ കിട്ടി ഒരു 100 ദിവസം ഒരു വീണാതെ നിൽക്കാൻ പറ്റുക എന്നുള്ള വലിയ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഫെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പം സിനിമ കിട്ടുക, അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. ഞാൻ പിന്നെ സിനിമ അങ്ങനെ അത്രയും സ്വപ്നം കണ്ട ഒരാളും അല്ല. സിനിമ കിട്ടി, ഞാൻ മനോരമയിൽ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെ അത് എനിക്കൊന്ന് ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു 10-8 പേരും തിരിച്ചറിയുകയും സംസാരിക്കാനൊക്കെ വരുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം. അപ്പം അത് പിന്നെ നമ്മളുടെ ഒരു സംസാര രീതി, പ്രവൃത്തിയൊക്കെ ആണല്ലോ. ഞാൻ നാളെ ഇതുവരെ ആരും തെറ്റിദ്ധരിപ്പിക്കുകയോ അലിഗേഷൻസ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് തെറ്റാണെന്നല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് ഒക്കെ വന്നാൽ പോലും വളരെ പോസിറ്റീവായിട്ട്, കാരണം ഇതിനേക്കാൾ വലിയ നെഗറ്റീവ് കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പം അതിനേക്കാൾ വലുതല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം പിന്നെ അതുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കാറില്ല. സോറി, എനിക്ക് ഭയങ്കര പനി, ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഞാനും അത് കഴിഞ്ഞിട്ട് ഒന്ന് കരകയറുന്ന സമയത്തുള്ള ഒരു ഷൂട്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ. അടിപൊളി വീട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഈ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഫോറസ്റ്റ് ഗ്രീൻ, കുറച്ചധികം എറിക്കുന്ന കളറൊന്നും ഇല്ലല്ലോ ഒരിടത്തും, നല്ല കളേഴ്സ് ആയിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നാദിറ, അടിപൊളിയായിട്ട് പോട്ടെ എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ എന്തായാലും വായിക്കാം.